ഹലോ ഗായ്സ്, എൻ്റെ പേര് തങ്കു എന്നാണ്. ഞാൻ ഇവിടെ ഒരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ്. സീരീസിൻ്റെ പേര് സർവൈവൽ സീരീസ് എന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ മലേൻ്റെ മേലെയാണ് സ്പോണായിരിക്കുന്നത്. ഞാൻ എങ്ങനെയും താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. താഴെ കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. താഴെ ഒരു ലാൻഡ് കാണുന്നുണ്ട്. ഞാൻ ഇതുവഴി ഒന്ന് ഇറങ്ങി നോക്കാം. താഴെ വെള്ളം നല്ല സ്പോണായിട്ടുണ്ട്. അവിടെ കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് അതിനകത്ത് ചാടാം. ഞാൻ ഇവിടെ നിന്ന് മാറട്ടെ, എന്നിട്ട് അങ്ങോട്ട് പോയി നോക്കി നോക്കാം. കൊള്ളാം, നല്ല സ്ഥലം. ഞാൻ ഈ മലയിലാണ് സ്പോണായിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ വല്ല ബേസും നോക്കണം. അവിടെ കുറച്ച് മരങ്ങളുണ്ട്. ഇവിടെ കുറച്ച് നിരപ്പ് ഏരിയയാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു വീട് സെറ്റ് ചെയ്യണം. ഞാനധികം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. മരം വെട്ടിയിട്ട് ഇങ്ങോട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഷെൽട്ടർ എന്ന് പറയുന്നത് വൈബ്രൻറ്റ് വിഷ്വൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിന് പ്ലാങ്ക് ആക്കിയിട്ട് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ഉണ്ടാക്കട്ടെ. ഇതിന് പ്ലാങ്ക് ആക്കാം. എന്നിട്ട് ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ അത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ആക്സും ഒരു പിക്കാക്സും ഉണ്ടാക്കാം. ആക്സായി ഒരു പിക്കാക്സുമായി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഹൗസ് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവിടെ ഓഷനൊക്കെ ഉണ്ട്. ഒരു സോംബി നമ്മളെ കൊല്ലാൻ വരുന്നു. ഓടാ, അവനെ തീർത്ത് നമ്മുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലേസ് കൊള്ളാം. നമുക്ക് ഇവിടെ തന്നെ വീട് സെറ്റ് ചെയ്യാം. ഞാൻ ഈ ഭാഗം ഒന്ന് നിരപ്പാക്കിക്കോട്ടെ. ഞാൻ എവിടെയെങ്കിലും ഇനി ഷീപ്പ് സ്പോണായാൽ നോക്കട്ടെ. ഷീപ്പിന് നമുക്കൊരു 3 ഷീപ്പിനെയും വേണം. പിന്നെ കുറച്ച് ഫുഡ് എവിടെ നിന്നൊക്കെ ഒപ്പിക്കണം. ഷീപ്പുണ്ട് എവിടെയെങ്കിലൊക്കെ. അവിടെ ഒരു ഷീപ്പുണ്ട്. നമുക്കിതിനൊക്കെ ഒന്ന് എറാന്നിൻ്റെ പൂളി. പൂളി 2 ഒരു ഷീപ്പ് ഏതെങ്കിലും 2 തന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. കുറച്ച് മട്ടനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഒരുപാട് വേണം. ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പണി ചെയ്യണം. അവിടെ കുറച്ച് കവ് നിൽക്കണ്ട, അതിന് വെട്ടാം. അതിനൊക്കെ വന്നിട്ട് 3 ബീഫ് കിട്ടി. നമുക്കതും കഴിച്ചുകൊണ്ട് അടുത്ത ഷീപ്പിനെ തിരഞ്ഞിട്ട് പോകാം. ഷീപ്പ് വേറെ എവിടെയെങ്കിലും സ്പോണായിട്ടുണ്ട്. ഷീപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നും ഷീപ്പും കാണാനില്ല. ഷീപ്പ് ഇവിടെ ഒന്നും സ്പോണായത് കാണുന്നില്ല. ഇത് മറ്റേ തവളയൊക്കെ സ്പോണാവുന്ന ഭയമില്ലേ? അതെ, അത് തവള ഇരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി പോയി നോക്കി നോക്കട്ടെ. ഷീപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? ഷീപ്പുണ്ടോ? 2 ഷീപ്പിനെ ഇനി വേണം. 2 പൂളും കൂടി ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഷീപ്പ് ഇവിടെ ഒന്ന് കാണാൻ. അതൊരു ഷീപ്പ് ഇരിക്കുന്നു. അതിനൊക്കെ ഒന്ന് അതിൻ്റെ പൂള് എടുക്കാം. ഒരു പൂളും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്യാമ്പ് ഫയർ പൊട്ടിത്തെറിച്ച് ക്രീപ്പറാന്ന് തോന്നുന്നു. അതെ, ക്രീപ്പർ തന്നെ. ഞാൻ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണണമെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഞാനൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കട്ടെ. ആദ്യം ഇവിടെ ഒന്ന് ലൈറ്റ് ചെയ്ത് ലൈറ്റിൽ വീണ്ടും ക്രീപ്പർ സ്പോണാവും. മിക്കവാറും നമുക്ക് ഇന്നത്തെ രാത്രി ശിവരാത്രി തന്നെയാവും. ഞാനേ ക്യാമ്പ് ഫയർ അവിടെ നിർത്തിയിട്ട് ആദ്യം വൂള് തപ്പി നോക്കാം. വൂള് എവിടെയെങ്കിലും ഉണ്ടോ? വൂളൊന്നും കാണാനില്ല.
നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാം. ഇവിടെ അത് ലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കുഴിക്കുമ്പോഴാവും ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിക്കുക. നമ്മുടെ വീട് വെക്കാതെ സ്ഥലത്ത് ഒരുക്കട്ടെ ടോർച്ച്. നീറ്റാവാനായി ഞാൻ വേഗം പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക. നമുക്കത് ഇവിടെ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ഞാൻ കുറച്ചൊന്ന് അകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നിൽക്കാം. അതാണെങ്കിൽ കുറച്ച് സ്റ്റോണും കിട്ടുമല്ലോ. നമുക്ക് മിക്കവാറും ഇവിടെ ഒരു ടോർച്ച് കൂടി കൊണ്ടുവരാം, അല്ലെങ്കിൽ ടോർച്ച് കൊണ്ടുവരാം. കോള് ഫസ്റ്റ് തന്നെ കിട്ടിയതുകൊണ്ട് കൊള്ളാം. അവിടെ ഒരു പട്ടി സ്കെൽട്ടനെ കൊല്ലുന്നുണ്ട്. ആ സ്കെൽട്ടൻ കൊല്ലുമോ പട്ടീനെ? സ്കെൽട്ടൻ കൊന്നു തോന്നുന്നു. നമ്മൾ ടോർച്ച് എടുത്തില്ല, പോയി ടോർച്ച് എടുത്തിട്ട് വരാം. ടോർച്ച് കയ്യിലില്ല, നമുക്കിനിപ്പോൾ ടോർച്ച് എടുത്തിട്ട് വരാം. ഇതവിടെ കുറച്ച് കോളുണ്ട്, അതെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഞാൻ നിങ്ങളെ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. നൈറ്റ് കഴിഞ്ഞിട്ട് അറിയിക്കാം. നൈറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഞാൻ ഇനി ഷീപ്പ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ ഇനി ഇപ്പോൾ അടുത്ത രാത്രിയും കൂടി നമ്മളിങ്ങനെ കുഴീൻ്റെ ഉള്ളിൽ പോയി ഇരിക്കേണ്ടി വരും. ഷീപ്പ് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലൊക്കെ? ഷീപ്പ്, അതൊരു ഷീപ്പ് വെക്കണം. അതിനെ കൊല്ലാം. ഇവനെ ഇങ്ങോട്ടൊക്കെ പോകുന്നു. നമുക്കിനി ഷീപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് 2 എണ്ണം സ്പോണായിരിക്കുന്നു. നമുക്ക് ഇതിനെ 2നെയും കൊല്ലാം. കുറച്ചുകൂടി മൂള് കിട്ടും, അതുപോലെ കുറച്ച് ഫുഡും കിട്ടും. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എവിടെയൊക്കെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ വെക്കാം. ഞാൻ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. ക്യാമ്പ് ഫയറിന് ഒരു കോളും പിന്നെ 3 ലോഗും തോന്നുന്നുണ്ട്. അല്ല മറ്റേ 3 സ്റ്റിക്കും കൂടി വേണം. ഇപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇവിടെ വയ്ക്കാം. വീട് പണി കഴിയുന്നവർ ഇവിടെ തന്നെ വയ്ക്കാം. ഒരു സോഡുമായി, ഒരു ആക്സുമായി, പിക്കാക്സുമായി. ഇവിടെ സ്റ്റോണിൻ്റെ ടൂൾസായിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും. വല്ല സോംബീസും വന്നു കഴിഞ്ഞാൽ ആക്സ് കൊണ്ട് കൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, വുഡാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും. സ്റ്റോണിന് ആ ഒരു പ്രശ്നമില്ല. നമുക്ക് മറ്റേ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. എന്നിട്ട് മീറ്റൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടി ഹെൽത്തി. ഒരു ക്യാമ്പ് ഫയർ ഇപ്പം ഉണ്ടാക്കാൻ പറ്റും. എന്താ 2 സ്റ്റിക്കും കൂടി വേണം. എന്നിട്ടും കാണിക്കണില്ലല്ലോ. ഇപ്പോൾ ഓക്കെ. ക്യാമ്പ് ഫയർ അവിടെ കൊണ്ടുപോയി വയ്ക്കാം. ക്യാമ്പ് ഫയർ അവിടെ കൊണ്ടുപോയി വയ്ക്കാം. എന്നാൽ അവിടെ കുറച്ച് വെട്ടവും പിന്നെ അത് മാത്രമല്ല ഈ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഭാഗത്ത് തെറിക്കില്ല. ഫുഡ് അവിടെ കടന്ന് കുക്കാവട്ടെ. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ചെസ്റ്റ് ലോഗ് തികയോന്നറിയില്ല. അത് മാത്രമല്ല നമുക്കൊരു വുഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കണം. ഒരു ബെഡായി കുറച്ച് കുറച്ചും കൂടി 4 ലോഗുണ്ട്. മൊത്തം 5 എണ്ണമായി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ല. ക്രാഫ്റ്റിംഗ് ടേബിളിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 എണ്ണം വേണം. ഞാൻ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വീട് വെക്കണം. അപ്പോൾ അതിനുള്ള റിസോഴ്സും കളക്ട് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. ഫുഡ് എടുത്തിട്ട് പോവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഞാൻ റിസോഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും റിസോഴ്സാണ്. ഇനി കുറച്ചുകൂടി വേണം. അത് നമുക്ക് പതിയെ സെറ്റ് ചെയ്യാം. ഈ ഷെൽട്ടർ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്. ഷെൽട്ടറിനെ ഞാൻ സേവ് ചെയ്തിട്ട് വീണ്ടും വന്നപ്പോൾ ഇതിങ്ങനെ കാണുന്നു. ഇതെന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഒരുവിധം കിടന്നുറങ്ങിയിട്ട് ഒരുവിധം വീടിൻ്റെ പണിയൊക്കെ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇത്ര സാധനങ്ങൾ വേണം.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഇതിൻ്റെ ഡോറ് വരുന്നത് ഈ സൈഡിലാണ്. നമുക്ക് ഇവിടെ ഡോറ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചാടി പോകുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇരുന്നിട്ട് അവിടേക്ക് ഒരു പാത്രം ഉണ്ടാക്കണം. അത് മാത്രമല്ല പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വീടിൻ്റെ ഉൾഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ പണികളും കൂടി ഉണ്ട്. ഇവിടെ നിന്നിട്ട് നമ്മുടെ ഇപ്പോൾ അവിടെ വല്ല ബിൽഡ് ഉണ്ടാക്കേണ്ടത്, അവിടെ ബിൽഡൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്ക് ഈ ബെഡും പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ എക്സ്പ്ലോർ ചെയ്തൊന്ന് നോക്കി നോക്കാം. ഞാനിന്ന് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. പിന്നെ ഞാൻ വീടിൻ്റെ റിസോഴ്സൊക്കെ കളക്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്കൊരു ആളെ കിട്ടിയിട്ടുണ്ട്. ഒരു പട്ടിക്കുട്ടീനെ ഞാൻ കുറച്ച് ബോണ് ഇട്ട് ടൈം ചെയ്തു. അവന് അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെയും കൂട്ടിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമുക്കൊന്ന് കിടന്നുറങ്ങാം. രാവിലെയായി. നമുക്കിനി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതെന്താ എൻ്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താന്ന് സംഭവിച്ചത് എന്താണെന്നറിയില്ല. ഈ ഷെൽഡറിന് എന്തൊക്കെ ബഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചത്. ഇതിന് ഓണാക്കി കളിക്കണം, ഓഫാക്കി കളിക്കണം. ആ സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം. അതിൽ കൂടെ പോകുമ്പോൾ ഞാനിപ്പോൾ ചെറിയ രീതിക്ക് എക്സ്പ്ലോറേ ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്, ഇവിടെ ഒരു ലാൻഡ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണ്ട. നമുക്ക് വല്ല ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ അങ്ങോട്ട് പോകും. നമുക്ക് അങ്ങോട്ട് വല്ലതും പോയി നോക്കിയേക്കാം. അത് നമ്മൾ സ്പോണായ മല. നമുക്ക് ഈ സൈഡിലേക്ക് പോയി നോക്കിയേക്കാം. അവിടെ എന്താ കേവാണെന്ന് തോന്നുന്നു കേട്ടോ. കേവല്ലേ? അല്ലല്ല, കേവല്ല. അല്ല, ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകുന്നു, അതും കേവല്ല. ഞാൻ വിചാരിച്ചു കേവാണ്. കുറച്ചുകൂടി എളുപ്പമായി. ഇതാ ഈ മല അങ്ങനെ ഇവിടെ പൊട്ടിയ പോലെ കിടക്കുന്നത്. അവിടെ മറ്റേ പൂക്കളുണ്ട്, അതും എടുത്തേക്കാം. നമുക്ക് പിന്നെ വല്ല ആവശ്യം വരും. ഇവിടെ നമ്മൾ ഓൾറെഡി വന്നതാണ്. ഇവിടെ ലാവ ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളഞ്ഞു വേണം പോകാൻ. നമുക്ക് ഇതുവഴി അങ്ങനെ പോകാം. നമുക്ക് കുറച്ചങ്ങോട്ട് നീന്തി നോക്കിയൊക്കെ വല്ലതും കാണുമെന്ന് നോക്കാം. ഒരു കേവ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. വേൾഡിൻ്റെ ജനറേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. കയറിയ പോതൽ ശ്രദ്ധിക്കുന്നതാണ്. അവനെ കാണാനില്ലല്ലോ. നമുക്ക് തിരിച്ചങ്ങോട്ട് പോയി നോക്കിയേക്കാം. അവനെ കാണുന്നില്ല. അവനെ ഇവിടെ നമ്മുടെ ബാക്കിലുണ്ടോ? ഉണ്ടാവും. ഞാൻ ആ സൈഡിലേക്ക് ഉണ്ട്. ഞാൻ ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കട്ടെ. ആ സൈഡിന് ഇപ്പോൾ എന്തെങ്കിലും കേവോ ഇങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ ഞാൻ നേരത്തെ ഈ റിസോഴ്സ് കളക്ട് ചെയ്തപ്പോൾ കുറച്ച് അയൺ കിട്ടി. ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് അയണും കിട്ടി. ഞാൻ ഈ വഴി ഒന്ന് പോയി നോക്കി നോക്കട്ടെ. ഇവിടെ കുറച്ച് ബീച്ച് കാണുന്നുണ്ട്. അതെന്താ കേവാണ് തോന്നുന്നു. കേവാണ് കൊള്ളായിരുന്നു. കേവാണ് അല്ല നമ്മൾ നേരത്തെ അവിടെ ഇരുട്ടായപ്പോൾ നിന്നില്ലേ, ആ സ്ഥലത്തേക്കാണ് ഇത് പോകുന്നത്. നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കി നോക്കാം. വഴി എങ്ങോട്ട് പോകുന്നു? സംഭവം നല്ല വലിയ ഐലൻഡ് ആട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, നല്ല വലിപ്പമുണ്ട് കാണാൻ. ഇവിടെ എന്താ? ഇത് നമുക്ക് നല്ല വലിപ്പമുണ്ട്. നമുക്ക് എക്സ്പ്ലോറിനായിട്ട് ഒരു എപ്പിസോഡ് മാറ്റിയിട്ട്, എന്നാലും ഇത് ഫുൾ എക്സ്പ്ലോറായി വീഡിയോ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര സമയമില്ല, അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോറിന് നിൽക്കണ്ട. ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.